ഹേ ഗൈസ്, അപ്പം നമ്മൾ ഇന്നൊരു സ്വന്തം നമ്മുടെ ഫ്രീ ഫയർ എഫ് ഗെയിം പ്ലേ ആയിട്ട് വന്നിരിക്കുകയാണ്. പറഞ്ഞ ഗെയിം പ്ലേ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബി ആർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മൾ നേരെ നമ്മൾ പീക്കിലേക്കാണ് വിട്ടത്. ആൻഡ് ഈ വോയിസ് ഓവറിൻ്റെ സൗണ്ട് പറയുകയാണെങ്കിൽ ഒന്നും പറയരുത്. ആൻഡ് ഒന്നും പറഞ്ഞാൽ പറയാനില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് ഇറങ്ങിയാൽ നമ്മൾ ഇവനൊരു 3 അടി കൊടുത്ത് നോക്കിയിട്ട് പിന്നെ ഒരു സൈനസ് വന്നിട്ടുണ്ട്. ഓളെ കുറച്ച് ഹെഡ് കൊടുക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴാണ് ഓളെ ഹെഡ് കൊടുത്ത് 2 ബോഡി എടുത്ത് നോക്കിയിട്ട് അതിന് നമുക്ക് മാഗ് എന്ന് പറയുന്നത് പൊട്ടാസ് ഉണ്ട്. അപ്പം പൊട്ടാസ് എടുത്ത് നമ്മളാണെങ്കിൽ സി എസിൽ പൊട്ടാസ് കൊണ്ട് ഒരു എയ്സ് എടുത്തിന്. ഇപ്പോഴും രണ്ട് മൂന്ന് പ്ലേയേഴ്സിന് ഹെഡ് അടിച്ച് ലാസ്റ്റ് ഒരുത്തനെയാണ്, രണ്ടാമത്തുള്ള ഒരുത്തനേറ്റവും ആൻഡ് നമ്മൾ ബോഡി അടിച്ച് വന്നിട്ടുണ്ട്. പക്ഷേ സെറ്റ് കളിയാണ്. നമ്മളിങ്ങനെ പീക്കിലാണുള്ളത്. ആൻഡ് പീക്കിൻ്റെ ഉള്ളിൽ ആൾക്കാരൊന്നുമില്ല ഗൈസ്. നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ നമ്മൾ കിങ് ഫിഷർ മാറ്റാനാണ് നോക്കുന്നതെന്ന്. ഗണ്ണൊന്നും കാണുന്നില്ല. പിന്നെ നമ്മൾ എസ്കേസ് കിട്ടി. അപ്പുറത്താണ് ഫുള്ള് ഫൈറ്റാണ്. നമ്മൾ നേരെ ഇങ്ങോട്ട് ഓടിക്കയറാൻ നോക്കുമ്പോൾ ഒരുത്തനവിടെ കണ്ട്. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഉള്ളിൽ കയറി. ഞാൻ വെച്ചാൽ നൂബാണ്. നമ്മൾ നേരെ അതിൻ്റെ തല പൊട്ടിച്ചാണ് നമ്മൾ നോക്കായി ചത്തുപോയി ഗൈസ്. നമ്മൾ മൂഞ്ചി 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 മൂഞ്ചിയിൽ അങ്ങനെയായി ഗൈസ്. നമ്മൾ അങ്ങനെ 8 മൈനസ് കിട്ടി 2 കില്ലെടുത്തത്. അങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മളപ്പോൾ സി എസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് നമ്മൾ സ്വന്തം ബെർമൂഡ തന്നെയാണ് നമുക്ക് വന്നത്. നമ്മളെ ബേബി ഗണ്ണും എടുത്ത് നമ്മൾ നൈസായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പം അയ്യോ ഗൈസ്, എന്തൊക്കെയാണ് ചെറിയ ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്, അതാണ് വിഷയം എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ നേരെ ഇങ്ങോട്ട് നേരെ പൊരുത്തിന് ഒരു ടച്ച് ഓടി ചാടി പടഞ്ഞ് വരുന്നുണ്ട് ഗൈസ്. ആൻഡ് അപ്പോൾ ഞാൻ ഓടി അങ്ങോട്ട് ഓനങ്ങോട്ട് അടിച്ചുകൊണ്ട് എന്നിട്ട് ഞാൻ ബുക്കിങ്ങിട്ട് വെച്ച് തലമണ്ടി അടിച്ച് പൊട്ടിച്ചു. അവൻ്റെ കില്ലങ്ങ് ഫിനിഷ് ചെയ്ത്. എന്നിട്ട് നമ്മൾ കുറച്ച് മെഡൊക്കെ അടിച്ച് എച്ച് പി ലിയോൺ ഉണ്ട് ഗൈസ്. ലിയോ ആകെ ആ ക്യാരക്ടർ ഉണ്ട് എച്ച് പി വിടുന്നു. അത് നമ്മൾ വിടുന്ന് ഒരുത്തനെയും കൂടി ചെറിയ ഹെഡൊക്കെ അടിച്ച് കൊന്നിട്ടുണ്ട്. ബേബി ഷോഗിന് അറിയാമല്ലോ, പവർഫുൾ ആണ് ഗൈസ്. എം എയ്റ്റിൻ്റെ അത്ര പവർഫുൾ തന്നെയാണ്. പിന്നെ ഏകദേശം ഫസ്റ്റ് റൗണ്ടിൽ പിന്നെ റൗണ്ടിൽ എന്താ ഫസ്റ്റ് റൗണ്ടിൽ എം8ൻ്റെ ഏകദേശം പവർഫുൾ തന്നെയാണ്, എം8നെ പോലെ തന്നെയാണ് ഫസ്റ്റ് റൗണ്ടിൽ മാത്രം. ഞാൻ കുറച്ച് കാലം മുമ്പ് M4 ആണ് കിട്ടുന്ന പോലെ ഹെഡ് ചെയ്യുന്നത്. സമയത്താണെങ്കിൽ നമ്മൾ ഈ ബേബി ഷോട്ട് പിന്നെ M4 ആവണം വെച്ച് കോംബോ ചെയ്ത് കളിക്കുന്നുണ്ട്. ഫസ്റ്റ് റൗണ്ട് കുറച്ച് ബേബി കൊണ്ട് ഗണ്ണ് കുറച്ച് കില്ലെടുക്കും. അടുത്ത കളിയിൽ M4 ആവണം കിട്ടും. M4 ആവണം കൊണ്ട് കളിക്കും. അങ്ങനെ കളിക്കലുണ്ടായിരുന്നു. അത് കിട്ടില്ലായിരുന്നു. പിന്നെ അടുത്ത കളി നമ്മൾ നൈസായിട്ട് മൂഞ്ചിയിട്ടുണ്ട്. പിന്നെ നമ്മൾ അടുത്ത കളി പൊട്ടാസ് എടുത്ത് പിന്നെ ഈ സൈനസ് വന്നിട്ടുണ്ട്. ഇപ്പം ഫുള്ള് എൻ്റെ മോനെ ഏതാ കില്ല് കുമ്മൽ എന്നെല്ലാം പറഞ്ഞാൽ ആവൂല, അങ്ങനെ പറയാനൊന്നും പറ്റില്ല. ഒരു ജാതി കുമ്മൽ. എന്നിട്ട് നമ്മൾ നേരെ വീടിൻ്റെ അകത്ത് പോയിട്ട് അവിടെ ഇരുന്ന് കുറച്ച് നേരം ക്യാമ്പ് അടിക്കാൻ വിചാരിച്ചായിരുന്നു. ആൻഡ് ഞാനാണ് MVP ഗൈസ്. 2 കില്ലെടുത്തിട്ടുണ്ട് ഫസ്റ്റ് റൗണ്ടിൽ. പക്ഷെ നമ്മൾ തോറ്റു. അപ്പുറത്ത് 2 കില്ലാണ്, പക്ഷേ നമ്മൾ തോറ്റുപോയി ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ കുറച്ച് നേരം ക്യാമ്പ് ഇട്ടപ്പോൾ ഇവനാണെങ്കിൽ വേണ്ടി 1-2 നോക്കിയിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ ഹെഡ് അടിച്ചിട്ട് നോക്കിയിട്ടില്ല ഓനാ ഇവൻ. ആൻഡ് 2 ടച്ച് ആൻഡ് പിന്നെ നോക്കുമ്പോൾ ഇവിടെ ഒരു പൊട്ടൻ ഇങ്ങനെ ഓടി കളിക്കുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവനെ ഇവിടെ നൈസായിട്ട് പക്ഷേ ഹെഡൊന്നും കയറിയിട്ടില്ല. ഹെഡ് കയറുന്ന നോക്കാമായിരുന്നു ഗൈസ്. അപ്പം നോക്കും ബാക്കിൽ നടക്കാൻ വെച്ചിരിക്കുന്നു. അപ്പോൾ നേരെ ഇങ്ങോട്ട് കയറി നോക്കുമ്പോൾ ഇവൻ ഇല്ലിട്ടാണ്. ഇതിനെ കുറച്ച് ഡാമേജ് എന്നെ അടിച്ചു നോക്കണ്ട, കുമ്മി വേണ്ട. ഇത് ഏത് സൈനസ് അല്ല, അവരേതാണെന്ന് തോന്നുന്നു. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു അത്ര കുമ്മിയിട്ടില്ല എന്ന് പറഞ്ഞു. അടുത്ത റൗണ്ട് ആയിരുന്നു. പിന്നെ ലാസ്റ്റ് എടുത്തന്നെ ഉള്ളു. എന്തായാലും ജയിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് റഷ് ചെയ്യാൻ നോക്കിയായിരുന്നു. നേരെ റഷ് ചെയ്തു. കളി കിട്ടീനി. ഞാൻ അവിടെ സ്റ്റഡി എടുക്കണം. ഡെസേർട്ട് കൊണ്ട് ഹെഡ് അടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ നേരെ കയറിപ്പോയി. നേരെ നോക്കുമ്പോൾ അവൻ ടച്ച് ചെയ്തിട്ട് ഓടി, ഇങ്ങോട്ട് ഓടി. ഞാൻ ഇങ്ങോട്ട് കയറിയൊരു അങ്ങെത്തി. എങ്ങനെയാണ് ഗൈസ്, എനിക്ക് ഞാൻ 10% റെഡി എടുത്തിരിക്കുന്നു. എനിക്ക് കഷ്ടമാണ് ഗൈസ്. പിന്നെ അടുത്ത റൗണ്ട് നമ്മൾ ഈ കളി എടുത്ത് ഈ റൗണ്ടല്ല അതിൻ്റെ ഈ അടുത്ത റൗണ്ടിലാണ് അവൾ കുമ്പുന്നത്. നേരെ നോക്കുമ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല. അയ്യോ ഗൈസ്, എനിക്ക് ഞാൻ ഇപ്പുറത്തേക്ക് വെറുതെ ഒന്ന് തലയിട്ട് നോക്കിയത്. അപ്പോൾ ഒരു ടച്ച് നേരെ ഇങ്ങോട്ട് ഓടി. ഞാൻ വെച്ച് ഹെഡ് അടിക്കാലോ വിചാരിച്ചു. നോക്കുമ്പോൾ ഓൻ എന്നെ ഹെഡ് അടിച്ചിട്ടുണ്ട്. അയ്യോ ഗൈസ്, മൂഞ്ചൽ അവസ്ഥയാണ് ഗൈസ്. എൻ്റെ അപ്പുറത്തെടുത്തിട്ടില്ലേ ഓൻ അങ്ങെത്തി, ഉഗാണ്ട് എത്തി. എന്നിട്ട് ഇതുവരെ ചത്തിട്ടില്ല. ഓൻ അടിപൊളി കൊള്ളോണ്ടിരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ഇല്ല, ഓന് ഈ കളി ശരിക്കും മൂഞ്ചി എന്ന് നമ്മൾ വിചാരിച്ചപ്പോൾ നമ്മളുടെ സൈനസ് മോനാണെങ്കിൽ ഈ കളി ജയിപ്പിച്ച് തന്നിട്ടുണ്ട്.
ആൻഡ് നമ്മളിവിടെ ആണെങ്കിൽ വടിയായിട്ടുണ്ട്. നമ്മളപ്പം ഇവൻ ഹെൽപ്പിന് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇവൻ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ നിന്നിട്ട് ഒളിച്ചിരിക്കുന്നു. നേരെ എത്താൻ ഒരുങ്ങി കയറി വന്ന് ഇവനെ അടിച്ചിട്ടിട്ട് പോയി. ഒന്നുണ്ടായി നോക്കായി ഞാനും ചത്ത്. എന്നിട്ട് നോക്കുമ്പോൾ ആണെങ്കിൽ സൈനസിന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ വീസാണ് വീസ് ലാസ്റ്റ് വീസടിച്ചുകൊണ്ട് ഇനി അടുത്ത കളി കുമ്മലാണ് ഗൈസ്. അടുത്ത കളി പീക്കിലായിരുന്നു. പീക്ക് നമുക്ക് ഡബിൾ ഇതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡബിൾ അതിനുകൊണ്ട് എടുത്തിട്ടുണ്ട്. പൊട്ടാസ് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഡാറ്റേജാണ് ഞാൻ വന്നൊരു വാങ്ങിയതാണ്. അല്ലേ ഇപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ആൻഡ് ഇവിടുന്ന് ഒരുത്തനവിടെ നിൽക്കുന്നത്. അപ്പോൾ പൊട്ടാസ് പൊട്ടിത്തെറിക്കല്ലേ. നമ്മൾ ജസ്റ്റ് താഴത്തേക്ക് 2 വടിയൊക്കെ നമുക്ക് കൊണ്ടിട്ടില്ല. അടുത്ത വടിയും കൊണ്ടിട്ടില്ല. അതിൻ്റെ അപ്പുറത്തെ വടിയും കൊണ്ടില്ല. ഒരടിയും കൂടി നമ്മൾ ജസ്റ്റ് എടുക്കാൻ നോക്കി സാധിക്കില്ല. നമ്മൾ രണ്ട് വെളിയോടെ വെച്ച് അത് ഒരിക്കൽ കുമ്മി ഇവനല്ല ഞാൻ പറഞ്ഞ സൈനസിനെ പറ്റി എൻ്റെ ബാക്കിലുണ്ട് ആൻഡ് ഇങ്ങോട്ട് വന്നിട്ട് നേരെ ഇവനൊരു ഒരടി കൊടുത്ത് പിന്നെ അങ്ങ് ഓടിപ്പോയിട്ട് പിന്നെ ഒരടി കൊടുത്ത് നേരെ സൈനസ് കുമ്മി ബാക്കിയില്ല ഞാൻ കണ്ടില്ല. പിന്നെ ഒരുത്തന്നെ ഇങ്ങോട്ട് വന്നു ഇത് ഒളുമ്മി ഓളെ ട്രിപ്പിൾ ടിക്കാണ്. പിന്നെ ഒരുത്തൻ ചക്ക എടുക്കുന്നുണ്ട് അവിടെ. ഞാൻ വെച്ചോ ജസ്റ്റ് വെറുതെ ഇരിക്കുന്നില്ല ഒന്ന് പൊക്കാൻ പോയതാണ് ഗൈസ്. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പൊക്കുമ്പോൾ ആൻഡ് ഒരുത്തൻ വന്ന് അടിച്ചിട്ട് പോയി. അപ്പോൾ എങ്ങനെ നമ്മളെ കണ്ടാൽ നമുക്കറിയാൻ പാടില്ല ഗൈസ്. എൻ്റെ എലിമിനേഷൻ റിപ്ലൈ ഉണ്ടായിരുന്നു. ആൻഡ് ഇവളാണെങ്കിൽ കയറി പോകുന്നു. ഓക്ക് ഡാമേജ് എന്ന് തോന്നുന്നു. പക്ഷെ ഇവൾ നേരെ കയറിപ്പോയി ബ്ലൂ വാളിലിട്ട് കയറി പോയി സത്യസമയം കിട്ടും. അപ്പോൾ ഈ റൗണ്ട് മൂഞ്ചി ഗൈസ്. അങ്ങനെ ആ കളി മൂഞ്ചിട്ടുണ്ട്. അടുത്ത കളി നമ്മൾ MB40 എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ഈ കളി എടുക്കുമെന്ന് അറിയില്ല. നമ്മൾ അങ്ങനെ കയറി കളിച്ചാണ് നമ്മൾ ഇവിടുന്ന് ഇട്ട് ഫ്രീസറിന്ന്. അപ്പോൾ നമ്മൾ ഓനിങ്ങോട്ട് റഷ് ചെയ്തിരിക്കും. നമ്മൾ നേരെ ഇങ്ങോട്ട് കയറി. അപ്പം ഇവിടെ ഒരു ഗുളുവായിട്ട് ഇരിക്കുന്നുണ്ട്. അതിൻ്റെ നമ്മൾ ഇവിടെ നിന്ന് മെഡലെടുക്കാൻ നോക്കുമ്പോഴേക്ക് എൻ്റെ ഇങ്ങോട്ട് കയറി. അപ്പോൾ ഞാൻ അവൻ്റെ തലമണ്ട അടിച്ച് പൊട്ടിച്ച് ആൻഡ് അവനെ ഫിനിഷ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ കയറിയിട്ട് ഇവിടെ ഒരുത്തും കയറി വരുന്നുണ്ട്. മെഡലടിച്ചിട്ടുണ്ട്. ഉറപ്പാട് ഇതിട്ട് 100 ഞാൻ അവിടെ തുള്ളി കളിച്ചിട്ട് അവനെ അടിച്ചിട്ട് പോയി ഗൈസ്. ഇനി അപ്പോൾ നമ്മൾ ഈ കളി മൂഞ്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത കളിയിൽ വരാം. അടുത്ത കളി നമ്മൾ AW എടുത്തു. പിന്നെ നമ്മൾ മാറ്റിയത് ഡെസേർട്ട് ഒരു M10 ലെവൽ 2 എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗ്ലൂ വാളൊക്കെ ഈ കളി നമ്മൾ എടുക്കുന്നുണ്ട് ഗൈസ്. ഞാനാണ് കളി രക്ഷകനായിട്ട് വരുന്നത്. ഞാനാണ് സുഹൃത്തുക്കളെ. ആൻഡ് ഇവിടുന്ന് നമ്മൾ കുറച്ച് ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മൾ ഡെസേർട്ടും നമ്മൾ സ്വന്തം M10 ഒക്കെ എടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ കുറച്ച് ഇവൻ അനങ്ങാണ്ട് നിൽക്കുന്നത്. ആരെങ്കിലും തലക്കടിച്ച് പോയാൽ ചാവും. അത് നമ്മൾ ഇങ്ങോട്ട് പോകാൻ റൈറ്റ് പോയിട്ടാണ് വരുന്നത് ഗൈസ്. അപ്പോൾ എടുത്ത് ഞാൻ 58 കൊടുത്തിട്ടുണ്ട്. ഓനാണ് അവിടെ ഗ്ലൂ അടിച്ചത്. നമ്മളപ്പോൾ ഇങ്ങോട്ട് വന്നു. നമ്മൾ ടീമേറ്റ് അവിടെ ഉണ്ട്. അത് നമ്മൾ ഇവിടുന്ന് വെടിയൊക്കെ നോക്കിയാൽ ഓനവിടുന്ന് ഗ്ലൂ ഇട്ട് ഗൈസ്. അപ്പം നമ്മൾ നൈസായിട്ട് ഇവിടുന്ന് എത്തും വരുന്നു. അവൻ്റെ തലയൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. തുള്ളി അവൻ്റെ തലയടിച്ച് പൊട്ടിച്ച് ഗൈസ്. എന്നിട്ട് നമ്മൾ ഇവനെ കില്ല് ഫിനിഷ് നമുക്ക് നേടി കിട്ടി. അതിന് നമ്മൾ കുറച്ച് നേരം അവിടെ കറങ്ങി കളിച്ചാൽ നേടി അറിയാൻ നോക്കിയതാണ് ഗൈസ്. അതിൻ്റെ അപ്പോഴത്തേക്ക് അവൻ ഗ്ലൂ വാൾ പൊട്ടിച്ച് വെറുതെ ഒരു നേടി വേസ്റ്റ്. നമ്മളിങ്ങനെ കറങ്ങി പോകുമെന്ന് വിചാരിച്ചപ്പോൾ നേടി പൊട്ടുന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. അങ്ങനെയാണെങ്കിൽ ഓനും നോക്കായി നമ്മുടെ ടീമേറ്റ് നോക്കായി. അപ്പം ഓൻ നോക്കായിട്ടില്ല. നമ്മുടെ ടീമേറ്റ് വേറെ ഏത് ഒരുത്തന്നെ നോക്കാക്കി എനിക്ക് ഓനിങ്ങനെ ചുറ്റി ഓടി വരുന്നതായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ഓടി വന്നേരം ഓനിങ്ങനെ കാറി വിളിക്കുന്നുണ്ട് വേവേന്ന്. അപ്പോൾ ഇവനാണെങ്കിൽ ടസ് കേട്ട് ഓടിപ്പോയിനി. പിന്നെ ഞാൻ ഡെസേർട്ടിൻ്റെ 2 അടി അടിക്കാൻ നോക്കി, പക്ഷേ ആയിട്ടില്ല. ആൻഡ് നമ്മൾ വീണ്ടും ഓനിങ്ങനെ ഞാൻ MB40 കൊണ്ട് തലയടിച്ച് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബോഡി ഷോട്ട് ഇട്ട് നമ്മൾ കളി അങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ 3-3 പിന്നെ അടുത്ത റൗണ്ട് നമ്മൾ സ്വന്തം പോച്ചിനോക്കിലായ ഈ കളി മൂഞ്ചിയിട്ടുണ്ട്. നമ്മൾ M10 ലെവലിലേക്ക് എടുത്തിട്ടുണ്ട്. നമ്മൾ ഓന് 150 എടുത്ത് ചാവുമായിരുന്നു. പിന്നെ ഇങ്ങനെ പോകുന്ന ഒരുത്തൻ 150 എടുത്ത് ചത്തില്ല. നമ്മൾ ടീമേറ്റിനെ കൊന്നിനി. ടീമേറ്റിനെ ഓൻ കൊന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ടീമേറ്റ് നോക്കായ ഓനെ പൊക്കി കൊടുത്ത് നമ്മളിവിടെ ഗ്ലൂ ആടാന്ന് വിചാരിച്ചു, പക്ഷെ നമ്മൾ ഇട്ടിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക്. അപ്പോൾ അവരാണെങ്കിൽ നമ്മൾ ഇത് പൊക്കിയിട്ടുണ്ട്. നമ്മളിട്ട് 150 എടുത്ത് അതിൻ്റെ അടുത്ത കളിയൊക്കെ നോക്കുമ്പോൾ അവിടെ ഇല്ല. മാളത്തിൽ ഒളിച്ചിരുന്നു. അതിന് കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ അടിക്കുമ്പോൾ നോക്കുമ്പോൾ ഞാൻ നൈസായിട്ട് നോക്കായി ഗൈസ്. അപ്പം നമ്മുടെ ടീമേറ്റ് വന്ന് പൊക്കമായിരുന്നു. ഇവിടെ ഒരുത്തിനടിക്കുമ്പോൾ നോക്കുമ്പോൾ നൈസായിട്ട് നമ്മൾ നോക്കായി. ആൻഡ് അപ്പോൾ നമ്മുടെ ടീമേറ്റ് മോൻ്റെ തിവയാറ്റുണ്ട് ഗൈസ്. അപ്പോൾ മറ്റേ നൈസായിട്ട് പൊക്കി തന്നിട്ട് പോയി. നമ്മൾ സൂപ്പർ മെഡൊക്കെ അടിച്ചിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ നിൽക്കുന്നതാണ് ഗൈസ്. നമ്മൾ ഫുൾ സൂപ്പർ മെഡൊക്കെ അടിച്ചിട്ടായി പിന്നെ അടി വാങ്ങി. അവൻ പൊക്കാൻ വരുന്നില്ല ഗൈസ്. ഞാൻ അങ്ങോട്ട് പോയി മോൻ്റെ ബാക്കിൽ നിന്ന് അടിക്കുന്നു ഗൈസ്.
ഒരു മുണ്ടച്ചി മോന് വന്നിട്ട് ഇവിടുന്ന് ഇവിടെ നമ്മൾ കൊടിയെല്ലാം കുത്തുന്നു ഗൈസ്. എന്തൊക്കെയാണ് കൊടി കുത്തുന്നു ഗൈസ്, എന്താ പറയണ്ടത്. പിന്നെ മൂന്നായതുകൊണ്ട് നമ്മൾ തോക്കാൻ പോകുന്നതുകൊണ്ടും ആയിരിക്കും കൊടി കുത്തത്. മാങ്ങാണ്ടി തലയൻ മോൻ ആണ് നമുക്ക് കൊടി കുത്തുന്നത്. അയ്യോ, അപ്പോൾ ഭാഗ്യം മൈനസ് ആയിട്ടില്ല ഗൈസ്. 53 സ്റ്റാർ 55 എത്തിച്ചേനു. -2 പിന്നെ ഫുള്ള് പ്രൊട്ടക്ഷൻ ഗൈസ്. കണ്ട നമ്മളുണ്ട് റെഡിയും കുടിച്ചാൽ എയർ ഡ്രോപ്പ്. പിന്നെ ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് സബ് ചെയ്യാം.